ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ഫാമിലി. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്താ പറയുന്നത്, സുഖമായിട്ടിരിക്കണം? ഞാനോട് സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് വാളംപുളി വെച്ചിട്ട് നമ്മൾ ഫേസിൽ ഒരു പാക്ക് ഇടാൻ പോവാണ്. ആ പാക്ക് നമുക്ക് പെട്ടെന്നൊരു ഗ്ലോ തരാൻ, അതായത് നാളെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇന്ന് പാർലറിലൊന്നും പോകാൻ പറ്റിയില്ല, നമുക്ക് പെട്ടെന്ന് ഫംഗ്ഷന് പോയിട്ട് എന്തായാലും എല്ലാവരും ആഗ്രഹിക്കണം. ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ മുഖം ഡള്ളായിട്ടിരിക്കാൻ ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല അല്ലെ. മുഖത്തിന് പെട്ടെന്നൊരു ബ്ലീച്ചിങ് എഫക്ട് തരാൻ പറ്റിയ ഒരു പാക്കായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ വാളംപുളി വെച്ചിട്ടാണ്. വാളംപുളി എന്ന് വെച്ചാൽ നമ്മൾ കറിയിലൊക്കെ ഇടുന്ന പുളിയില്, സാധാ പുളി, അതിന്റെ കൂടെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയന്റും കൂടി എക്സ്ട്രാ ചേർത്തിട്ട് നമ്മളെ ഫേസിൽ ഇടാൻ പോവാണ്. അപ്പൊ അത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള എഫക്ട് എങ്ങനെയാണെന്ന് കാണാം. അത് നല്ലൊരു ബ്രൈറ്റ് എഫക്ട് തരും. ഞങ്ങൾക്ക് ഇത് മുന്നേ ഞാനത് കുറെ കാലമായിട്ട് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ഇടയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇതുപോലെ കുറെ മുന്നേ, അതായത് ഒരു 3-4 കൊല്ലം മുന്നേ തന്നെ ഞങ്ങളുടെ ഒരു ബ്രദറിന്റെ കല്യാണത്തിന് ഞങ്ങൾ സിസ്റ്റേഴ്സ് കസിൻസ് എല്ലാരും കൂടിയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് സക്സസ് ആയിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ ആരും ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഫംഗ്ഷന്റെ അന്ന് കല്യാണത്തിന് ചെന്നപ്പോ എല്ലാരും ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു കേട്ടോ, എന്താ ചെയ്ത മൊത്തം എന്തെങ്കിലും ചെയ്താന്ന് എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് നമുക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇപ്പൊ അത് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. കാരണം എനിക്കിപ്പോ ഒരു ഫംഗ്ഷൻ ഉണ്ട്, നാളെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ അതിന് പോകുമ്പോ എന്തായാലും ചെയ്യും ഞാൻ. അപ്പൊ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തരാ വിചാരിച്ചു. നല്ലൊരു എഫക്ട് ഉണ്ടാവും, തീർച്ചയായിട്ടും നല്ലൊരു എഫക്ട് ഉണ്ടാവും. ഒരു വട്ടങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് എന്തായാലും മനസ്സിലാവും എന്നുള്ള ഉറപ്പാണ്. അപ്പൊ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എടുക്കണത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുക്കണേ, വാളംപുളി ഇട്ടത്. കുറച്ച് പഴകിയ കാരണമാണ് അങ്ങനെ ബ്ലാക്ക് കളറായിട്ട് വന്നേക്കണം. നമുക്ക് സാധാ ഒരു ചുവപ്പ് കളർ പുളി ഉണ്ടായാലും ഫ്രഷ് ആയിട്ട് അത് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ കാരണം ഇതിന്റെ പ്യൂരി നമുക്ക് എടുക്കണം. ഇതിന്റെ ചാറില്ലേ, പുളിയുടെ ചാറ്, അപ്പൊ അത് എടുക്കണം. നല്ല കട്ടിയിൽ എടുക്കണം കേട്ടോ. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത് നന്നായിട്ട് ഇതേപോലെ സ്പൂണായിട്ട് ആക്കിയിട്ട് കാര്യമില്ല, നമ്മൾ കൈയിട്ട് ഞെരടി എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്യൂരി നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ കൈയിട്ട് ഇങ്ങനെ ഞെരടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തിക്കായിട്ട് വേണം, അതിനനുസരിച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ കൈയായിട്ട് ഞെരടി അതിന്റെ പ്യൂരി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ 2 ടീസ്പൂണ് കടലപ്പൊടിയാണ്, കടലമാവില്ലേ, ബേസൻ പൗഡർ എന്ന് പറയില്ല, നമ്മൾ സാധാ കടലമാവില്ലേ, അതാണ് എടുക്കേണ്ടത്. അത് ഇതുപോലെ 2 ടീസ്പൂൺ എടുത്തിട്ട് പിന്നെ എടുക്കുന്നത് ഒരു നുള്ള് മഞ്ഞപ്പൊടിയാണ്. ഓപ്ഷനിലാണ്, എല്ലാവർക്കും ഇഷ്ടമില്ല വെച്ചെങ്കിൽ അലർജിക്കൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കി കുഴപ്പമില്ല. പക്ഷെ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബ്രൈറ്റ് എഫക്ട് കിട്ടും, അതാണ് എടുക്കണേ. പിന്നെ എടുക്കണത് നമ്മൾ തേനാണ് കേട്ടോ, 1 ടീസ്പൂൺ തേൻ. ഇത് എന്തായാലും എടുക്കണേ, കാരണം ഫേസിന് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോയും നല്ല ബ്രൈറ്റ്നെസ്സും തരാൻ വേണ്ടി തേൻ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മള് ഫേഷ്യൽ ഹെയർ ഒക്കെ ഉണ്ടാവില്ലേ, അത് ലൈറ്റ് ആക്കി കാണിക്കും തേൻ യൂസ് ചെയ്യണം. എന്തായാലും എടുക്കണം. പിന്നെ നമ്മൾ എടുക്കണം, നേരത്തെ നമ്മൾ പ്യൂരി തയ്യാറാക്കി വെച്ചില്ല, അതായത് നമ്മൾ നേരത്തെ മറ്റേ പുളിയുടെ ചാറ് പിഴിഞ്ഞ് വെച്ചില്ല, ആ ചാറ് പിഴിഞ്ഞതിന് ഒരു 2 ടീസ്പൂണ് ആ പുളിഞ്ചാറാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കൂട്ടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് അറിഞ്ഞ എല്ലാതും നല്ല മിക്സ് ആയി കിട്ടണവരെ നന്നായിട്ട് കൈ വിടാതെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നതാണ് നമ്മളെ ഫേസ് പാക്ക് കിട്ടുക. ഇപ്പൊ എല്ലാരും കണ്ടില്ല ഐറ്റം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഞാൻ മുടിയൊക്കെ നല്ല കയറ്റി കെട്ടി വെച്ചിട്ടുണ്ട്. ഈ സംഭവം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടാ. അത് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല കംഫർട്ടാണ്. ഈ ഹെയറുകളൊന്നും ഇങ്ങോട്ട് വരാത്ത കാരണം നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മുടി നന്നായിട്ടൊന്ന് മേലെ കയറ്റി കെട്ടി വെച്ചാൽ മതി. കാരണം ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നും കൂടി നോക്കാം. കാര്യമായിട്ടൊന്നുമില്ല, സാധാ എല്ലാ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണ പോലെ തന്നെ കേട്ടോ. ബ്രഷ് ഒന്നും എടുക്കണില്ല ഞാന്. ബ്രഷ് ഉണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ, കാരണം ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷിലും ചെയ്യാൻ പറ്റൂട്ടോ. ഒന്നും കൂടി നിങ്ങൾക്ക് അതാണ് എളുപ്പം ചെയ്യാൻ ഞാനും ചെയ്യാം, പക്ഷെ ഞാൻ കയ്യിലെടുത്തിട്ട് ചെയ്യണത്. അപ്പൊ നമ്മൾ സാധാ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യും പോലെ നമ്മൾ മുഖത്ത് ചെയ്ത് കൊടുക്കണം. മുഖം ഫുള്ള് നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളിത് മൊത്തം തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്ത് നല്ലോണം ഡ്രൈ ആയി പോവരുത്. നല്ലോണം ഡ്രൈ ആവുന്ന തോന്നി കഴിഞ്ഞാൽ അപ്പൊ തന്നെ വാഷ് ചെയ്ത് കളയണം കേട്ടോ. അപ്പൊ മിനിമം 10 മിനിറ്റോ 15 മിനിറ്റോ അതുവരെ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്ത് നല്ല സാധാ വെള്ളത്തില്, വേറെ ഒന്നും ഉപയോഗിക്കാതെ, അതായത് ഫേസ് വാഷോ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ സാധാ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരിക. അപ്പൊ ഞാൻ ഡ്രൈ ആയിട്ട് ഒന്നുകൂടി വന്ന് കാണിച്ചു തരാം. ഡ്രൈ ആയിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഡ്രൈ ആകാൻ വേണ്ടിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് കേട്ടോ. ഉള്ളിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാം. നമ്മൾ നല്ല വെള്ളം പോലെ ഇട്ട കാരണമാണ് ഇവിടെ നിന്ന് ഡ്രൈ ആവാണ്ട് തോന്നുന്നത്. പക്ഷെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോ അധികം സംസാരിക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്നിട്ട് അങ്ങനെ കൂടുതലും നമ്മുടെ മുഖം ഇങ്ങനെ വലിഞ്ഞു കഴിഞ്ഞാൽ ചുളിവുകൾ വീഴും ചിലപ്പോ. അപ്പൊ അത് ചെയ്യാൻ നിൽക്കണ്ട. അപ്പൊ ഞാനിത് പറഞ്ഞുതരാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാനിങ്ങ് സംസാരിക്കണേ. അപ്പൊ ഇത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മൾ പോയിട്ട് വാഷ് ചെയ്തിട്ട് വരിക. ഞാൻ പറഞ്ഞില്ലേ, നോർമലായിട്ട് വാഷ് ചെയ്താൽ മതി, വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട, ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട. അപ്പൊ ഞാൻ നേരെ മുഖം കഴുകിയിട്ട് വന്നിട്ട് ബാക്കി എഫക്ട് അപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഞാനിത് ഫേസ് ഒക്കെ നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ ഫേസിൽ എന്താ അപ്ലൈ ചെയ്യാം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ
സാധാ ഒരു പഴയ ഡ്രസ്സ് ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇത് അതേപോലെ ഡ്രസ്സ് നാശവും. പുതിയ ഡ്രസ്സ് കൊണ്ടിട്ട് ചെയ്യണ്ട കേട്ടോ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടോ റഷ്, അതാണ് പറഞ്ഞു തന്നത്. അപ്പോ ഞാനിത് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ട് സാധാ വെള്ളത്തിൽ നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല റിലാക്സ് ആയിട്ട് നല്ല സുഖം കിട്ടാൻ, നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാൻ നല്ല സുഖമല്ലേ. അപ്പോ ഞാനിത് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. വൈപ്പ് മീൻസ് അങ്ങനെ ജസ്റ്റ് ഡാബ് ചെയ്തെടുക്കാണ്. മുഖമാണ് നല്ല ക്ലിയർ ആയിണ്ടാവില്ല എനിക്ക് തോന്നി. നമ്മളെപ്പോ വെറ്റാക്കി എടുക്കുമ്പോഴും ഇങ്ങനെ ഡയബ് ചെയ്തെടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഒരിക്കലും ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഹരതി എടുക്കരുത്, കാരണം അത് നമ്മളെ മുഖത്തിന് നല്ലതല്ല, അത് സ്കിന്ന് ഡാമേജ് ആക്കുള്ളൂ കേട്ടോ. അതാ പറയുന്നത്, ഇങ്ങനെ ഡയബ് ചെയ്തെടുത്താൽ മതി എപ്പോഴും. അപ്പൊ ഞാൻ നന്നായി ഡയബ് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ. അപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുണ്ടാവുന്ന ഞാൻ വിചാരിക്കണു, കാരണം ഞാനിപ്പോ ലൈറ്റ് വെച്ചുള്ള കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ലേ, പക്ഷെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറയാൻ പറഞ്ഞു പുളിയാണ്, അതുകൊണ്ട് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. നിങ്ങൾ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റണില്ലെങ്കിൽ ഇത് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. എനിക്കത് കുഴപ്പമില്ല, എനിക്ക് അലർജിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യണത്. പിന്നെ ഇത് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം അതിൽ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തലേദിവസം ചെയ്യുക, നല്ലൊരു എഫക്ട് എന്തായാലും കിട്ടും, 100% ഉറപ്പാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ മാക്സിമം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ തേക്കണമെങ്കിൽ, നല്ല ഫേസ് നല്ല ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ തേക്കണമെങ്കിൽ തേക്കാട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞ് മോയ്സ്ചറൈസർ തേക്കും, ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ തേക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ അതിന്റെ മേലെ കൂടെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിന്റെ ഒരു എഫക്ട് പോകണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞാൽ ലേശം അധികമൊന്നുമില്ല, ലേശം ഒരു മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്യും, കൂടുതൽ ഡ്രൈ ആവേണ്ട സ്കിന്നെന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ വെച്ച് തന്നെ നമുക്കൊരു ഫേഷ്യൽ ബ്ലീച്ച് എഫക്ട് മുഖത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് മാസ്ക് ആണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. വളരെ എളുപ്പമാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എഫക്റ്റീവ് ആണെങ്കിൽ കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം. ബൈ.